മലയാളത്തിൻ്റെ ദേശീയ ചാനലായ ന്യൂസ് 18 കേരളം ചരിത്രമുറങ്ങുന്ന യുനെസ്കോ സാഹിത്യ നഗരമായി തിലകക്കുറി ചാർത്തിയ ഈ നഗരത്തിൽ കോഴിക്കോടിൻ്റെ തലയെടുപ്പായ ഈ കലാലയത്തിൽ വെച്ച് കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രസക്തമായ ഉദ്യമം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ തലമുറകളെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്ന് ലോകത്തിന് ഉറപ്പു നൽകുന്ന നമ്മൾ നയിക്കുന്ന വലിയൊരു പോരാട്ടത്തിൻ്റെ രണ്ടാം പതിപ്പിന് തുടക്കം കുറിക്കുകയാണ് ഈ വേദിയിൽ. MyG presents News 18 Anti-Drugs Awareness Campaign AD 2025 Second Edition in collaboration with St. Joseph Autonomous College, Devagiri, powered by Ponkadir Foods and Reliance Industries Limited. Special partner GTech Computer Education, hospital partner Maitra Hospital, Kozhikode. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വേണ്ട ലഹരിയുടെ വിപത്ത്. നമുക്ക് ലഹരി നമ്മുടെ ജീവിതം തന്നെയാക്കണം. കാക്കനാട് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസിൽ തുടക്കമിട്ട ഈ ദൗത്യം നിങ്ങളെയും ചേർത്ത് പിടിച്ച് ഞങ്ങൾ തുടരുകയാണ് ലഹരിയില്ലാത്ത നല്ല കാലത്തിനായി. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ പ്രയാണത്തിൽ നമ്മുടെ എല്ലാം വഴി തെളിച്ച് മുന്നിൽ നടക്കുന്ന യുവ MLA ശ്രീ ലിൻഡോ ജോസഫാണ്. രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി സംസ്ഥാന ദേശീയ മീറ്റുകളിൽ ഓടി നേടിയ സ്വർണ്ണ പതക്കങ്ങളുടെ തിളക്കമുള്ള നമ്മുടെ യുവതയുടെ അഭിമാനമാണ് അദ്ദേഹം. സ്വന്തം ജീവിതം നാടിനായി സമർപ്പിച്ച മാതൃകയുടെ പര്യായം. 2019 പ്രളയകാലം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ. കോഴിക്കോടിൻ്റെ മലയോര ഗ്രാമമായ കൂമ്പാറയിലെ ആദിവാസി കോളനിയിലെ ട്യൂമർ രോഗിയായ ബിജുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് അപകടത്തിൽപ്പെട്ട് വലതുകാലിൻ്റെ സ്വാധീനം നഷ്ടമായി. ചികിത്സയും ശസ്ത്രക്രിയകളും എല്ലാമായി ഏറെക്കാലം ആശുപത്രിയിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ നാളുകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ചികിത്സ പൂർത്തിയായി കഴിഞ്ഞ് ശാരീരിക ആസ്വാസ്ഥ്യങ്ങൾ അലട്ടിയപ്പോഴും അദ്ദേഹം സമൂഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു നായകനായി. ഈ നാടിനെ ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നിൽ അദ്ദേഹം കാട്ടിയ മാതൃക നമുക്കെല്ലാം വലിയ പ്രചോദനമാണ്. സ്നേഹാദരം ശ്രീ ലിൻഡോ ജോസഫ് MLA വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നില്ല. നവകേരളത്തിൻ്റെ ശില്പികളാണ് എനിക്ക് മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നിരവധി പ്രതിഭകൾക്ക് അറിവും വെളിച്ചവും പകർന്ന ഈ കലാലയത്തിൻ്റെ ഔന്നിത്യം വാക്കുകളിൽ വിവരിക്കാൻ സാധ്യമല്ല. ആ വഴികൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ഡോക്ടർ ബിജു ജോസഫ് CMI, ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ബിജു ജോസഫ് CMIയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചടങ്ങിനെ ഇത്രയും മനോഹരവും പ്രൗഢവുമാക്കാൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന GTech എഡ്യൂക്കേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ മണലോടി, അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ വെളിച്ചം അത് നിങ്ങളാണ്, ഈ കലാലയത്തിലെ വിദ്യാർത്ഥി പ്രതിഭകൾ. നമ്മൾ ഇവിടെ തെളിക്കുന്ന ഈ പ്രകാശത്തെ സമൂഹത്തിന് പകരേണ്ടത് നിങ്ങളിലൂടെയാണ്. വേദിയിലെ അതിഥികൾക്കൊപ്പം ഒരു പടി കൂടി ഈ ചടങ്ങിലെ വിശിഷ്ട സാന്നിധ്യമായി നിങ്ങൾ മാറുന്നതും അതുകൊണ്ടാണ്. നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹാദരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഉദ്ഘാടന പ്രസംഗത്തിനായി ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കാനായി യുവ കേരളത്തിൻ്റെ പ്രതിനിധി തിരുവമ്പാടിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ ലിൻഡോ ജോസഫിനെ ക്ഷണിക്കുന്നു. കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ന്യൂസ് 18 കേരളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ഇന്ന് ഏറ്റെടുക്കുന്നത്. ന്യൂസ് 18 ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ജീവിതമാവണം ലഹരി എന്ന ക്യാമ്പയിൻ പുതുതലമുറയിലേക്ക് പകർന്നുകൊടുത്ത് റേറ്റിങ്ങുകൾക്ക് പുറകെ പോകാതെ ശരിയായ ക്യാമ്പയിൻ വിദ്യാർത്ഥികളിലേക്ക് പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പോരാട്ടം ന്യൂസ് 18 ഏറ്റെടുത്തു എന്നത് ഏറെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ നമ്മുടെ ചാനലുകൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആ മേഖലയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം ഏറ്റെടുത്തതിന് പ്രത്യേകം ഈ അവസരത്തിൽ ന്യൂസ് 18 അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിനുകളൊക്കെ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ കുറേ കാര്യങ്ങൾ പറയും. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ചില പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്.
കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് ഒപ്പം തന്നെ പലപ്പോഴും സമൂഹത്തിലുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ പലപ്പോഴും ചേർത്ത് നിർത്തേണ്ടുന്ന പല ആളുകളും ചേർത്ത് നിർത്താതെ തിരക്കിട്ട ജീവിതത്തിൽ മത്സരയോട്ടത്തിൻ്റെ ഭാഗമായി പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ മറന്ന് ഈ ജീവിത തിരക്കിനിടയിൽ ഓടുന്നതിൻ്റെ ഭാഗമായി പുതിയ തലമുറയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില മാധ്യമങ്ങൾ ചില കുട്ടികളുടെ അടുത്ത് പോയി ബൈറ്റ് ചോദിക്കുന്ന ഘട്ടത്തിൽ കുട്ടികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, തിരക്കിനിടയിൽ എന്നെ ചേർത്ത് പിടിക്കാൻ, എന്നെ കേൾക്കാൻ, എന്നോട് ചേർത്ത് നിർത്തിയൊരു കുശലാന്വേഷണം നടത്താൻ എൻ്റെ മാതാപിതാക്കളില്ലാത്തത് കൊണ്ട്, എനിക്ക് സ്നേഹിതരില്ലാത്തത് കൊണ്ട് പലപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഞാൻ ഇതിലേക്കൊക്കെ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് പലപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. 3 വയസ്സായ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലി എളുപ്പമാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന പുതിയ കാലഘട്ടത്തിലെ അമ്മമാരെ നമ്മൾ കാണുന്നു എന്നത് ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം. 3 വയസ്സായ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വളരെ എളുപ്പമാണ്. കയ്യിലേക്കൊരു മൊബൈൽ ഫോൺ കൊടുത്ത് ആ മൊബൈൽ ഫോണിൽ അവൻ നോക്കിയിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം ഉരുട്ടി വായിലേക്ക് കൊടുത്താൽ എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പോലും അറിയാതെ വളരെ നിസ്സാര ഭാവത്തോടുകൂടി അതിനെ വിഴുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ വീടുകളിലൊക്കെ കാണാറുണ്ട്. എൻ്റെ വീടുകളിലും നിങ്ങളുടെ വീടുകളിലും ഒക്കെ കാണാറുണ്ട്. കുട്ടികൾ കരയാൻ പാടില്ല എന്നൊരു ചിന്ത പൊതുവിൽ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. കുട്ടികൾ കരഞ്ഞാൽ എന്തോ സംഭവിക്കും, അതുകൊണ്ട് കുട്ടികളെ കരയുന്നതിന് വിടരുത്, അതുകൊണ്ട് കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ എപ്പോഴും വെപ്രാളപ്പെടുന്ന അല്ലെങ്കിൽ ആദി പിടിക്കുന്ന അച്ഛനമ്മമാരെ നമ്മൾ കാണാറുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഈ 3-4 കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണോ എന്ന് പലപ്പോഴും ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിനുമായി രംഗത്തിറങ്ങുന്ന ഘട്ടത്തിൽ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു വലിയ ഭാഗം തലമുറയിൽപ്പെടുന്ന അല്ലെങ്കിൽ പുതിയ ന്യൂ ജനറേഷനിൽ വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഇത്തരം മേഖലയിലേക്ക് കടന്നു പോകുന്നു എന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ അതും ഒരു കാരണമാണ് എന്ന തിരിച്ചറിവ് എന്നാണ് നമ്മുടെ സമൂഹത്തിനുണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് ഞാൻ ആശങ്കപ്പെടുന്നു എന്നൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. നമ്മളെല്ലാവരും അതിനെതിരെ ഏറ്റവും ശക്തിമത്തായ രൂപത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയണം. അവനല്ലേ അല്ലെങ്കിൽ അവളല്ലേ, അവരുടെ ഇഷ്ടമല്ലേ എന്ന രൂപത്തിൽ കാണുകയേ ചെയ്യരുത്. കാരണം തകർന്നു പോകുന്നത് പലപ്പോഴും ഒരാളുടെ ജീവിതമല്ല. ഇവിടെ ന്യൂസ് 18 ഈ വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്ത് അതിൻ്റെ ഭാഗമായി ഇൻട്രോ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അവർ സൂചിപ്പിച്ചു, സ്വന്തം കൂടപ്പിറപ്പിനെ കൊലപ്പെടുത്താൻ മടി കാണിക്കാത്ത ആളുകളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഷഹബാസ് എന്ന് പറഞ്ഞ 10ാം ക്ലാസ് മിടുക്കനായിട്ടുള്ള ചെറുപ്പക്കാരനെ പരസ്പരം വെല്ലുവിളിച്ച്, ഇൻസ്റ്റഗ്രാമിലൂടെ പരസ്പരം വെല്ലുവിളിച്ച് സംഘർഷമുണ്ടാക്കി ജീവിതമില്ലാതാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഷഹബാസിന് ജീവിതം നഷ്ടപ്പെട്ടു. ഷഹബാസിന് മാത്രമല്ല ജീവിതം നഷ്ടപ്പെട്ടത് എന്ന് നാം എല്ലാം ഓർത്തിരിക്കേണ്ടതുണ്ട്. ആ കേസിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ജീവിതം നഷ്ടപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇത് നാം ഏറ്റവും ശക്തമായി ഏറ്റെടുക്കേണ്ടുന്ന ഒരു ക്യാമ്പയിൻ പ്രവർത്തനമാണ്. ഇതിൽ സംസ്ഥാന ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ മാത്രം വിചാരിച്ചാൽ തീർക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. 2024 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 25,000 കോടി രൂപയുടെ ലഹരി മരുന്ന് ഇന്ത്യയിൽ നിന്നും മാത്രം പിടിച്ചു എന്നുള്ളതാണ്. അതിൽ 25,000 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ ഇന്ത്യയിൽ നിന്ന് പിടിച്ചപ്പോൾ 100 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിക്കപ്പെട്ടത് കേരളത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം കേരളമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ ശിക്ഷിക്കുന്ന ഒരു നാട് നമ്മുടെ കേരളമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇത് ഈ രൂപത്തിൽ വളരുന്നു എന്ന് സൂചിപ്പിച്ചാൽ, അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് ഇറങ്ങിപ്പോയാൽ പലപ്പോഴും നമുക്ക് പലതിനെയും കാണാൻ വേണ്ടി കഴിയുമെന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കേണ്ടതിൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ടുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ പുതുതലമുറയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ന്യൂസ് 18 ഈ ക്യാമ്പയിൻ നടത്തുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് ഇനിയൊരു കാലഘട്ടത്തെ നയിക്കാനുള്ള, സമൂഹത്തിൻ്റെ ഭാവി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന കുഞ്ഞുങ്ങളെ, കുട്ടികളെ അവരുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ആ ക്യാമ്പയിൻ ഏറ്റവും
നല്ല നിലയിൽ വിജയിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. എന്നേക്കാൾ കൂടുതൽ ഈ മേഖലയിൽ സംസാരിക്കാൻ കഴിയുന്ന, അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളേക്കൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ലോകത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ് നമ്മൾ, പുതിയ തലമുറയിലെ യുവാക്കളും യുവതികളുമായിട്ടുള്ള മുഴുവൻ ആളുകളും. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ നമുക്ക് ഏറ്റെടുക്കണം. ന്യൂസ് 18 നടത്തുന്ന ഈ മാതൃകാപരമായ പ്രവർത്തനത്തെ ഒരിക്കൽ കൂടി പ്രശംസിച്ചുകൊണ്ട് അതിന് മനോഹരമായ വേദി ഒരുക്കിയ, തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന ദേവഗിരി കലാലയത്തിൻ്റെ ഈ തിരുഹൃദയത്തിൽ ഇപ്രകാരം ഒരു മഹത്തരമായ ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിന് നേതൃത്വം നൽകിയ കോളേജിനെയും കോളേജിൻ്റെ എല്ലാ അധ്യാപകരെയും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ബിജുവച്ചനെയും എല്ലാം ഈ അവസരത്തിൽ പ്രത്യേകം പ്രശംസിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും കടക്കാതെ ഔപചാരികമായി നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെയും സമ്മതത്തോടെയും AD 2025 ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ, ന്യൂസ് 18 കേരളത്തിൻ്റെ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ കോഴിക്കോട് ജില്ലയുടെ ഈ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെയും സമ്മതത്തോടെയും നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരുവിധ പരിചയപ്പെടുത്തലുകളും ആവശ്യമില്ലാത്ത നമ്മുടെ ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ബിജു ജോസഫ് CMI. എല്ലാ കാലത്തും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിലുണ്ട് ഈ കലാലയം. ആ പാരമ്പര്യത്തെ തലമുറകളിലേക്ക് പകരുന്നതിന് നേതൃത്വം നൽകുകയാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ന്യൂസ് 18 ചാനലിനോടൊപ്പം ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനിൽ ഇന്ന് ദേവഗിരി കോളേജും അണിചേരുകയാണ്. ദേവഗിരിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ട്. കേരളത്തിലുടനീളം ആൻറ്റി ഡ്രഗ് അവയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ് 18 കേരളം ചാനലിനോടൊപ്പം ഈ വിശിഷ്ടമായ സാമൂഹിക സേവന പ്രക്രിയയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിൽ ദേവഗിരി കോളേജിനും ദേവഗിരി കോളേജിലെ ഓരോ അംഗങ്ങൾക്കും അഭിമാനവും സന്തോഷവുമുണ്ട് എന്ന ഈ അവസരത്തിൽ ന്യൂസ് 18 ചാനലിനെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ചെയ്യുന്നത്. സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കാലാകാലങ്ങളിൽ അത് എതിർക്കപ്പെട്ടിട്ട് തന്നെയുണ്ട്. അവയെല്ലാം തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ നിന്നും ലോകത്തു നിന്നും ഇല്ലായ്മ ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമ കൂടിയാണ്. കാലാകാലങ്ങളിലെ മാനവ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യരാശിക്ക് തന്നെ, മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ, സാമൂഹികവും സാംസ്കാരികവുമായ അവൻ്റെ ഉന്നമനത്തിന് തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ തിന്മകൾക്കെതിരെയും വലിയ യുദ്ധം നയിക്കുവാനായിട്ട് കാലാകാലങ്ങളിൽ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചരിത്രത്തിൽ അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സതി പോലെയുള്ള ദുരാചാരങ്ങൾക്കെതിരെ, അടിമത്തത്തിനെതിരെ, വർണ്ണവിവേചനത്തിനെതിരെ സമൂഹം പോരാടുകയും ലോകത്തു നിന്ന് തന്നെ അവയെല്ലാം തുടച്ചു നീക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന, സമൂഹത്തെയും വ്യക്തികളെയും ഇല്ലാതാക്കുന്ന, സംസ്കാരത്തെ നശിപ്പിക്കുന്ന എല്ലാ തിന്മകളും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്, ഇല്ലായ്മ ചെയ്യേണ്ടത് തന്നെയാണ്. മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്നും മനുഷ്യനെ നശിപ്പിക്കുന്ന, സംസ്കാരത്തെ നശിപ്പിക്കുന്ന, വ്യക്തിബന്ധങ്ങളെ നശിപ്പിക്കുന്ന ഈ വലിയ വിപത്തിൻ്റെ പിടിയിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കുവാനായിട്ട്, വിമോചിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വവും കർത്തവ്യവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം, ഇത്തരത്തിലുള്ള വിപത്തുകളെ, മയക്കുമരുന്നിനെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സാമൂഹിക പെരുമാറ്റങ്ങളിലും നിന്നുമൊക്കെ മാറ്റി നിർത്തും, അകറ്റി നിർത്തുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അങ്ങനെ ന്യൂസ് 18 ചാനലിനോടൊപ്പം, കേരള സമൂഹത്തിനോടൊപ്പം മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ദേവഗിരി കോളേജ് മൊത്തം ഒരുമിച്ച് നമുക്ക് മുൻപേറാം. അങ്ങനെ ഈ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കി നാളെയുടെ നല്ല തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് ഉള്ള വലിയ ആഹ്വാനവും ചുമതലയും നമ്മുടേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം, പ്രതിജ്ഞ ചെയ്യാം. നമ്മളെ എല്ലാവരെയും, നമ്മുടെ ഈ ഉദ്യമം തീർച്ചയായിട്ടും ഫലവത്താകും, നല്ല ഒരു നാളെ നമുക്കുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു ഫാദർ. ഞങ്ങളുടെ ഈ ആശയത്തെ നിങ്ങളിലേക്ക് എത്തിക്കാനും വിജയകരമാക്കാനും ഞങ്ങൾക്കൊപ്പമുണ്ട് ജിടെക് എഡ്യൂക്കേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ മണലോടിയെ സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പം
ദേവഗിരി എന്നൊരു വാക്കെന്ന് കേൾക്കുമ്പം എനിക്ക് ഉള്ളിലൊരു സന്തോഷവും അഭിമാനവുമാണ്. കാരണം ഞാനും ദേവഗിരി സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം എൻ്റെ കൂടെയുള്ള കുറേ ഫ്രണ്ട്സ്, എൻ്റെ ചങ്ക് ബഡീസ് എന്ന് തന്നെ പറയാൻ പറ്റും, ഇവരെല്ലാവരും തന്നെ ദേവഗിരി കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഇവൻറ്റിനും ഞാൻ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു ക്യാമ്പയിൻ, ഡ്രഗ് ഫ്രീ ക്യാമ്പയിൻ ഇന്ന് ന്യൂസ് 18 ഇവിടെ ഒരുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഒരേ ഒരു കാര്യം വരുന്നുള്ളൂ. നിങ്ങളൊക്കെ പോലെ തന്നെ ഞാനൊരു സ്റ്റുഡൻറ്റാണ്. ഇവിടെ അല്ല, ഞാൻ US പഠിക്കുന്നത്, ബോസ്റ്റണിലാണ് പഠിക്കുന്നത്. അപ്പം ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് മാത്രം നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. വേറൊന്നുമില്ല, US അവിടെ ബോസ്റ്റണിൽ വീഡ്, മാരിവാന, കഞ്ചാവ്, അതായത് ഇവിടെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള സാധനം അവിടെ ലീഗലാണ്. അപ്പം ഞാൻ കുറേ ഫ്രണ്ട്സിനെ കാണാറുണ്ട് ഓൺ എ റെഗുലർ ബേസിസ് ഈ വീട് വലിക്കുന്നതും ഇതാക്കുന്നത്. അപ്പം ഇത് നമ്മൾ വെൻ യു ടേക്ക് ഇൻ ടു എ സർട്ടൻ പെർസ്പെക്റ്റീവ്, രണ്ട് കാര്യങ്ങളുണ്ട്, മൈക്രോ, മാക്രോ. ഒരു മൈക്രോ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ പേഴ്സണലി എനിക്കറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് തന്നെ ഉണ്ട്, അതായത് ഈ ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്ന അവിടെ ബോസ്റ്റണിൽ. അപ്പം ഇവരൊക്കെ ഞാൻ റെഗുലർ ബേസിസിൽ നോട്ടീസ് ചെയ്യുമ്പം ഇവർക്കൊന്നും ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് വെച്ച സംഭവമേ ഇല്ല. എന്നുവെച്ചാൽ വളരെ കുറച്ച് നേരത്തേക്ക് ഒരാളെ വാക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലാതെ ഈ പറഞ്ഞ പോലെ അവരെ ഒരു സെൻസിറ്റിവിറ്റി അതും വളരെ കുറവാണ്. ദേ ഗെറ്റ് വെരി ഒഫൻഡഡ് വെരി ഫാസ്റ്റ്. അപ്പം മൈക്രോ ലെവലിൽ ഇങ്ങനത്തെ കുറേ ഇറിറ്റേഷൻസും അവർക്ക് തെറപ്പിക്കൊക്കെ പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അനദർ പെർസ്പെക്റ്റീവ് ദാറ്റ് ഐ ഹാവ് ടേക്കൺ ഇൻ പ്ലേസ് ഇസ് മാക്രോ ലെവൽ. അപ്പം US തൊട്ടടുത്ത് തന്നെ വേറൊരു കൺട്രി ഉണ്ട്, കാനഡ എന്ന് പറഞ്ഞിട്ട്. ഈ കാനഡ എന്നൊരു രാജ്യത്തിൽ എല്ലാ ഡ്രഗും ലീഗലാണ്. ആ ഒരു കൺട്രീൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ഇന്ന് എടുത്ത് നോക്കിയാൽ കാണാം. അവിടെ നേരായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനും പോലെയല്ല പ്രോപ്പർലി. ദെയർ എക്കോണമി ഈസ് കൊളാപ്സിങ്. എല്ലാ രീതിയിലും എല്ലാം താഴത്തേക്കാണ് പോകുന്നത്. അപ്പം മൈ മെസ്സേജ് ടു ഓൾ ഓഫ് യു ഇസ് ദാറ്റ് ഇന്ന് നിങ്ങൾ കൺസ്യൂം ചെയ്യണമെങ്കിൽ അത് നാളെ നിങ്ങൾ നിർത്തണം. ഇനി നിങ്ങളെ ഫ്രണ്ട്സ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിർത്തിപ്പിക്കണം. കാരണം ആസ് എ ഹ്യൂമൻ ബീങ് ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു ലുക്ക് ആഫ്റ്റർ എവ്രി വൺ, ടു ടേക്ക് കെയർ ഓഫ് എവ്രി വൺ. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫ്രം മീ. കാരണം എന്നെ സംബന്ധിച്ചോളം ഐ എം ജസ്റ്റ് ലൈക്ക് യു. എനിക്ക് അധികം പറയാനൊന്നുമില്ല. ദിസ് ഈസ് ജസ്റ്റ് മൈ എക്സ്പീരിയൻസ്. താങ്ക് യു. താങ്ക് യു വിശാൽ. നമ്മൾ ഈ ചടങ്ങിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിന് ഇത്രയും ഭംഗിയും പ്രൗഢിയും പകർന്നത് നമ്മളോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ അതിഥികളും അവരുടെ സാന്നിധ്യവും വാക്കുകളും ഒക്കെയാണ്. അവർക്ക് ഞങ്ങളുടെ ന്യൂസ് 18 സ്നേഹോപഹാരങ്ങൾ സമർപ്പിക്കുകയാണ്. ഉപഹാരങ്ങൾ സമർപ്പിക്കാൻ ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ ശ്രീ ടോം കുര്യാക്കോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. ചർച്ച മോഡറേറ്റ് ചെയ്യുന്നത് ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ ശ്രീ ടോം കുര്യാക്കോസ് ആണ്. ഞങ്ങളുടെ ന്യൂസ് റൂമിലേക്ക് ലഹരി മൂലമുള്ള നോവുകളുടെയും ജീവിത തകർച്ചകളുടെയും ഒക്കെ വാർത്തകൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് ടോം. അതിസാഹസികമായി ലഹരി കണ്ണികളെക്കുറിച്ചുള്ള വാർത്തകൾ ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. ടോമിൻ്റെ മാധ്യമപ്രവർത്തന പരിചയവും പാനലിസ്റ്റുകളുടെ വിദഗ്ധാഭിപ്രായങ്ങളും നമുക്ക് വലിയ അനുഭവമാണ്. നമസ്കാരം. ന്യൂസ് 18 കേരളത്തിൻ്റെ AD 2025 എന്ന ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നിങ്ങൾക്കൊപ്പം നിങ്ങളോട് സ്വന്തം അനുഭവങ്ങളും മറ്റും പങ്കുവയ്ക്കാൻ വേണ്ടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ശ്രീ A. ഉമേഷ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇന്ന് കേരളത്തിലെ തന്നെ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിലെ മുൻനിര പോരാളിയാണ്. മാത്രമല്ല നമുക്കറിയാം, അദ്ദേഹം ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ മാധ്യമങ്ങൾ ലഹരി കേസുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളം കേൾക്കുന്നുണ്ട്. കാരണം ഒരു മികച്ച പ്രചോദനാത്മക പ്രഭാഷകൻ കൂടിയായിട്ടുള്ള ശ്രീ A. ഉമേഷിനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാടിനും വീടിനും ഒരുപോലെ ശല്യമായ മുഴുക്കുടിയിൽ നിന്ന് ഒരു വ്യവസായിയായി വളർന്ന, ഒരു അറിയപ്പെടുന്ന
നിർമ്മാതാവായി വളർന്ന വ്യക്തി. മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ച് അതിനുശേഷം ബിസിനസ് രംഗത്ത് തൻ്റെ ചുവടുകൾ വെച്ചപ്പോൾ അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ പോരാട്ടത്തിനു വേണ്ടി രംഗത്തിറങ്ങിയ ശ്രീ മുരളി കുന്നംപുറത്ത്. ജയസൂര്യ നായകനായ വെള്ളം എന്ന സിനിമ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ലഹരിയിലേക്ക് പോകുന്നത്, അയാളുടെ ജീവിതം, അയാളുടെ കുടുംബം എങ്ങനെയാണ് തകരുന്നതെന്ന് ആ സിനിമ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ശ്രീ മുരളി കുന്നംപുറത്തിൻ്റെ ജീവിതമായിരുന്നു ആ സിനിമയുടെ പ്രമേയം. ഇന്ന് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നിങ്ങളുടെ മുന്നിൽ അനുഭവം പങ്കുവെക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഏറ്റവും മഹത് വ്യക്തിത്വമാണ് ശ്രീ മുരളി കുന്നംപുറത്ത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പഠനകാലത്ത് ലഹരി ഉപയോഗത്തിന് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥി, പിന്നീട് സ്വന്തം ഭർത്താവ് മദ്യലഹരിയിലായതിനെ തുടർന്ന് പട്ടിണി കിടന്ന് സമരം ചെയ്ത് പ്രതിഷേധിച്ച ഒരു ഭാര്യ, അങ്ങനെ ഒരു വ്യക്തി ഇവിടെയുണ്ട്. അതായത് ഭാര്യയുടെ പട്ടിണി പ്രതിഷേധത്തെ തുടർന്ന് മാനസാന്തരപ്പെട്ട് മദ്യപാനം ഉപേക്ഷിച്ച ശ്രീ ഫിലിപ്പ് മമ്പാട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് VRS എടുത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിനിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കും, മലയാളികൾക്ക് മാതൃകയാണ്. ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന ലഹരി വിരുദ്ധ പ്രചാരകനായിട്ടുള്ള ശ്രീ ഫിലിപ്പ് മമ്പാട്, അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. മറ്റ് 2 അതിഥികൾ കൂടി ഇന്നത്തെ ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി സാന്ദ്ര എസ് പ്രകാശ്. ഇന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ബോധവൽക്കരണമല്ല, ഒരു തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതെന്ന്. എന്താണ്, എങ്ങനെയാണ് ഈ ലഹരിയുടെ പിടിയിലമർന്ന ഈ കാലഘട്ടത്തിൽ നിന്നും യുവാക്കളെ, വിദ്യാർത്ഥികളെ മോചിപ്പിക്കാൻ കഴിയുക? ശ്രീമതി സാന്ദ്രയുടെ വാക്കുകൾ ഈ വിദ്യാർത്ഥി സമൂഹം എന്തായാലും ഏറെ ആകാംക്ഷയോടെ കാതോർക്കുന്നുണ്ടെന്നറിയാം. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ദേവഗിരി കോളേജിൻ്റെ അഭിമാനമായിട്ടുള്ള വിദ്യാർത്ഥിനി ഖദീജ ഖിൻഷാനത്ത്. കുമാരി ഖദീജയെയും ഈ പാനൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്രീ എ ഉമേഷിലേക്കാണ്. സാർ, ഞങ്ങൾ ഓരോ ദിവസങ്ങളിലും ഈ ലഹരിക്കെതിരായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 15 വർഷമായി ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. കഴിഞ്ഞൊരു 5 വർഷം, എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണ് ഇത്രയധികം ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോവിഡിന് ശേഷം പല രീതിയിലുള്ള മനുഷ്യ അല്ലെങ്കിൽ യുവാക്കളെ, കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള പല ആസക്തികളിലേക്ക് മനുഷ്യൻ മാറിയിട്ടുണ്ട്. നമ്മുടെ നാടൊരു നാശത്തിൻ്റെ വക്കീലാണോ? ഇനി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും നമുക്ക് തിരിച്ചു വന്നേ പറ്റൂ. നമ്മൾ ശുഭാപ്തി വിശ്വാസക്കാരാണ് നമുക്ക്. അതുകൊണ്ടാണ് നമ്മുടെ News 18 ചാനലിൽ തന്നെ ഇങ്ങനെ പരിപാടി നടത്തുന്നത്. അല്ലായിരിക്കും നമുക്കിത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. ഇവിടെ ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചവരാണ് നമ്മൾ. പ്രളയം വന്നു, ആകെ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു, നമ്മൾ കയറിയില്ലേ? കോവിഡ് വന്നു, ആകെ നശിച്ചുപോയി എന്ന് പറഞ്ഞു, നമ്മൾ കയറിയില്ലേ? നമ്മൾ ഒരുമിച്ച് നിന്നാൽ കയറിയേ പറ്റൂ. അത് നമ്മുടെ ഒരു കേരളക്കാരൻ്റെ, നമ്മുടെ ആൾക്കാരുടെ ഒരു കരുത്താണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതിന് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. അതിനുള്ള സന്ദേശം നാട്ടിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കുറച്ച് മുമ്പൊക്കെ പോലീസുകാർ ലഹരിയിൽപ്പെട്ട ഒരാളെ പിടിക്കാനൊക്കെ പോയാൽ അവരും കൂടി ഞങ്ങളെ നേരെ ചാടുമായിരുന്നു, നാട്ടുകാരും കൂടി. ഇപ്പോൾ എന്താ സ്ഥിതി? ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പോലും അത് നല്ലൊരു കാര്യം ചെയ്യാൻ പോയിട്ടല്ലേ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഒരു ആക്സെപ്റ്റൻസ് വരികയാണ്. കുറച്ച് മുമ്പേ
നമ്മളിവിടെ ഒരാൾ ലഹരി കഴിച്ചിട്ട് മരിച്ചൊരു കേസുണ്ടായിരുന്നു. അതിൽ പല ആളുകളും അതിൽ ക്രൂശിക്കപ്പെടുകയുണ്ടായി പോലീസ് ഓഫീസേഴ്സ്. അതിനുശേഷം പോലീസ് പിടിച്ചു കൊണ്ടുവന്ന ഒരാൾ ലഹരി കഴിച്ച് മരിച്ചു. എന്താ ഉണ്ടായത്? ഇപ്പം പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായി, കാര്യം മനസ്സിലാക്കി പെരുമാറാനുള്ളതായി. അപ്പോൾ ഒരു അവയർനെസ് തുടങ്ങി. ഇതിന് ഏറ്റവും ഉദാഹരണം, ഞാനൊരു മീറ്റിങ്ങിലിരിക്കുമ്പോൾ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ആൾ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു, ഇത്രയും ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു, വളരെ സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞത്, സാറേ പേടിച്ചിട്ടാണ്, മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക എന്നറിയില്ല, ആ പേടിയിലാണ്. അപ്പോൾ ആ പേടി വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കണമെന്ന് പറയും. ഇതിന് മുമ്പേ ഒക്കെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ മക്കൾക്കും നിയമത്തിനും ഇടയിലുള്ള മറയായി നിന്നവർ പോലും, മക്കൾക്കും നിയമത്തിനുമിടയിൽ വലിയ മറയായി നിന്നവർ പോലും ഇപ്പം മാറി നിന്ന് ഇവനെ പിടിക്കേണ്ടതുണ്ട്, ഇവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇവൻ നാട് നശിപ്പിക്കുന്നവനാണ്. നമ്മുടെ പഴയ തിയറി പോലെ ഒരു രാജ്യം രക്ഷിക്കാൻ വേണ്ടി ഒരു മകനെ കൊടുക്കാൻ പോലും തയ്യാറാകുന്ന രീതിയിലേക്ക് ആളുകൾ മാറുന്ന കാലത്തേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചിന്താഗതിയിൽ നമുക്കൊരു പോസിറ്റീവ് ആംഗിൾ തന്നെ കാണാം. ഈ നശിച്ചു പോകുന്ന പേടിയേ വേണ്ട, നമ്മൾ ഓർത്തിരിക്കും. അടുത്തത് ശ്രീ മുരളി കുന്നുംപുറത്ത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മലയാളികൾക്കേറെ സുപരിചിതനായിട്ടുള്ള വ്യക്തിത്വമാണ്. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചു വെള്ളമെന്ന സിനിമയെക്കുറിച്ച്. സാർ, യഥാർത്ഥത്തിൽ ആ സിനിമ ഒരു യാഥാർത്ഥ്യമായിരുന്നു? അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ച കഥ അതേപടി പകർത്തിയതാണോ? അതോടൊപ്പം ഒരൊറ്റ ചോദ്യം കൂടി, എങ്ങനെയാണ് താങ്കളുടെ ജീവിതത്തിൽ താങ്കളൊരു ബിസിനസ്സുകാരനായി ഈ രീതിയിലൊരു നിർമ്മാതാവായി മാറിയതിൽ അതിന് കാരണമായത് എന്താണ്? ആ സിനിമയിൽ ശരിക്കും പറഞ്ഞൊരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത്രയ്ക്ക് ഭീകരമായിരുന്നു ജീവിതം, ഭയങ്കര മോശമായിരുന്നു. സിനിമയിൽ പിന്നെ ബിസിനസ്സുകാരനായതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ബിസിനസ്സുകാരനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പറയുന്നത് ഭയങ്കര വ്യവസായമൊന്നുമായില്ല. ഇപ്പം സുമതി വളവ് എന്ന സിനിമ ഇപ്പം ചെയ്തു, അതിപ്പോൾ ഓഗസ്റ്റ് 1 റിലീസാണ്. ഇനിയും പുതിയ സിനിമകളിലേക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ടൈൽസിൻ്റെ ബിസിനസ്സൊക്കെ ഇവിടെ നാട്ടിലൊക്കെ എല്ലാം കംപ്ലീറ്റ് വൈൻഡപ്പ് ചെയ്തു. ദുബായിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അങ്ങനെ ബിസിനസ് ഇപ്പോൾ കുറച്ച് ടൈൽസിൻ്റെ ബിസിനസ് ഇപ്പോൾ അറിയാമല്ലോ, ഭയങ്കര കോമ്പറ്റീഷൻ, നാട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ പുറത്തേക്ക് മാത്രമാക്കി മാറ്റി. മദ്യപാനം പൂർണ്ണമായി നിർത്തി. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ലഹരിക്ക് അടിമകളായവർ അവരെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്നു. പിന്നീട് അതിൽ നിന്നും ഒരു വിമുക്തി നേടിയാൽ പോലും തിരികെ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കാൻ, ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ഒരു അതിൽ നിന്നും മാറിക്കഴിയുമ്പോൾ മറ്റ് ശാരീരികമായിട്ടുള്ള മറ്റ് പ്രയാസങ്ങളൊക്കെ പലരും അനുഭവിക്കാറുണ്ട്, നേരിടാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകൾ അങ്ങേക്കുണ്ടായിരുന്നോ? ഞാനൊരു 15-20 ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ടുണ്ട്. അവസാനം എല്ലാം നഷ്ടപ്പെട്ടു ജീവിതത്തിൽ. ഭാര്യ വിട്ടുപോയി, വീടിൽ നിന്ന് പുറത്താക്കി. പിന്നെ തെരുവിൽ, പിന്നെ കോഴിക്കോട്, എൻ്റെ ഈ കോഴിക്കോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വികാരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര എനിക്ക് മെൻ്റലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം. കാരണം ഞാൻ 2 ലൈഫ് ജീവിച്ചതാണ് കേട്ടോ. ഓരോ പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡിലൊക്കെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഓരോ ഷോപ്പിലും പോയിട്ട് 1 രൂപ 50 പൈസ പോയിട്ട് ചോദിക്കും, 10 രൂപയാകുമ്പോൾ ഒരു ഫോണടിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് രാവിലെ എണീച്ചാൽ എങ്ങനെ ഒരു പെഗടിക്കാന്നല്ലാണ്ട് വേറൊരു ചിന്തയില്ല. കാരണം പിന്നെ അവസാനം എല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഒരു മനുഷ്യന് എന്തൊക്കെ ജീവിതം നഷ്ടപ്പെടാൻ പറ്റും അതൊക്കെ നഷ്ടപ്പെട്ടു. രാത്രി എന്താണെന്നോ പകലെന്താണെന്നോ ഒരറിയാത്തൊരവസ്ഥ. ബീച്ചിൽ രാത്രി പോയി കിടക്കും, പോലീസുകാരൊന്ന് അടിക്കും, ബാഗ് എടുത്തിട്ട് ഓടും. എങ്ങനെ ഒരു ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥ. എന്തോ ദൈവാധീനം അല്ലെങ്കിൽ മക്കളെ ഭാഗ്യം ഇവിടെ തിരിച്ചു വരാൻ പറ്റി. ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ് പലരും ലഹരിയിലേക്ക് മാറുന്നത്. നമ്മുടെ കൂട്ടുകാർ ചിലപ്പം പറയും, ഒരല്പം ഒരു പെഗ് കഴിക്കാം, അല്ലെങ്കിൽ അല്പം ലഹരി കഴിക്കാം, അതിൻ്റെ സുഖമൊന്ന് നുകരാം. ഒരു താൽക്കാലിക സുഖമാണ്. അങ്ങനെ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി മദ്യം ഉപയോഗിച്ച് തുടങ്ങിയ വ്യക്തി ഇന്ന് കേരളം അറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന ലഹരി വിരുദ്ധ പ്രചാരകനായി മാറിയ ശ്രീ ഫിലിപ്പ് മമ്പാട്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇന്ന് ലഹരി വിരുദ്ധ ക്യാമ്പയിന് വേണ്ടി അദ്ദേഹം VRS എടുക്കുന്നു. അങ്ങോട്ട് ചോദ്യം, ആദ്യമായിട്ട് മദ്യം ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാണ്? ഞാൻ ആ ചോദ്യത്തിന് മുന്നേ ആദ്യം തന്നെ ന്യൂസ് 8 വല്ലാത്ത സ്നേഹം, പ്രത്യേകിച്ച് ദേവഗിരി കോളേജിനോട് സ്നേഹം. സമകാലിക വിഷയം നിങ്ങൾ ഏറ്റെടുത്തു. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചു, അതിലും നന്ദി പറയുകയാണ്. ഞാൻ മദ്യം ആദ്യം ഉപയോഗിച്ചത് ശരിക്കും കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്താണ്. അവിടുന്ന് തന്നെ മറ്റ് വിദ്യാർത്ഥികളെ മദ്യം കുടിക്കാൻ പ്രേരിപ്പിച്ചതിന് എന്നെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് ഹോസ്റ്റലിൽ സഹവിദ്യാർത്ഥികളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചതിന് മലപ്പുറം ജില്ലയിലെ 2 വിദ്യാർത്ഥികളെ
അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അതിലൊരു ഹതഭാഗ്യം ഞാനായിരുന്നു. ജീവിതത്തിൽ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ശീലം അതൊരു നിത്യശീലമായി. ഇവിടെ മുരളി സാറ് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും 2 പെഗ്ഗടിക്കുക, സന്തോഷിക്കുക, പാട്ട് പാടുക, ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടം. പിന്നിട്ട് വഴികൾ നോക്കുമ്പോൾ ഇപ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസും എക്സ്പെരിമെൻറ്റും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. താങ്കളുടെ മദ്യപാനം അവിടെ ഒരു കുടുംബജീവിതത്തിൽ വില്ലനാകുന്നു. ഭാര്യയുടെ ആ ഒരു പ്രതിഷേധം, അവർ ഭക്ഷണം ഉപേക്ഷിച്ച് നടത്തിയ ആ പ്രതിഷേധമാണോ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത്? അങ്ങനെ കേട്ടിട്ടുണ്ട്. എല്ലാ ദുശീലങ്ങളും എല്ലാ നന്മകളെയും കെടുത്തിക്കളയും. എൻ്റെ ജീവിതത്തിലും പല നന്മകളെയും കെടുത്തിക്കളഞ്ഞു. അതിന് ഏറ്റവും കൂടുതൽ പട്ടണയും പ്രാർത്ഥനകളും എല്ലാമായി കൂടെ നിന്നത് ഭാര്യയാണ്. ഒടുവിൽ സഹിയോൻ ധ്യാന കേന്ദ്രം എന്ന് പറയുന്ന അട്ടപ്പാടിയിൽ വട്ടായിലച്ചൻ്റെ ഒരു പ്രഭാഷണമാണ് ഫിലിപ്പ് PJ എന്ന് തന്നെ ഫിലിപ്പ് മമ്പാടിലേക്ക് പരിവർത്തനം ചെയ്തത്. ഭാര്യ ഒരുപാട് സഹനം, ഒരുപാട് കൂടെ നിന്നു. എൻ്റെ മകൻ വയറ്റിലുള്ള സമയത്ത് വയറ്റത്തോട് സത്യം ചെയ്യും, ഞാൻ കുടിക്കില്ല, ഇനി ആൻസ് വയ്ക്കില്ല. അതേപോലെ അമ്മയുടെ തലയത്തോട്ട് സത്യം ചെയ്യും. പക്ഷെ സത്യങ്ങളൊന്നും പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലും ദോഷങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം ഓർക്കുക, ജീവിതത്തിൽ ഈ ദോഷങ്ങളെ ഉപേക്ഷിക്കണമെങ്കിൽ ചെറിയ ശ്രമമൊന്നും നമുക്ക് പോരാ. ആ ശ്രമത്തിൻ്റെ 1000-1 മതി അതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫസ്റ്റ് നിമിഷത്തെ ഒഴിവാക്കാൻ നടത്തുന്ന ശ്രമം. പ്രിയപ്പെട്ട ടോം സാർ ചോദിച്ച പോലെ ഭാര്യയുടെ സാന്നിധ്യവും സാമീപ്യവും സ്നേഹവും എല്ലാം മദ്യപാനം എന്ന് പറയുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഫിലിപ്പ് മമ്പാടിനെ കരുവാക്കി ഒരുക്കിയിട്ടുണ്ട് എന്ന് സാന്ദർഭികയുടെ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. താങ്ക് യു. ഉപദേശം നമുക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലേ? നിങ്ങൾക്കും ഇഷ്ടമല്ലല്ലോ, എനിക്കും ഇഷ്ടമല്ല. പക്ഷേ ഈ മാഡം സാന്ദ്ര, ഉപദേശം കൊണ്ട് കാര്യമുണ്ടോ? ടു ബി ഫ്രാങ്ക്, ഉപദേശം കൊണ്ട് ഒരു കാര്യവുമില്ല. ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മളീ പറയില്ലേ, പ്രേമ മസ്തിക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയില്ലേ, അതേപോലെയാണ് അഡിക്ഷനും. അസ്ഥിക്ക് പിടിക്കും പോലെയാണ് ഇത്. നമ്മൾ പറയുമ്പോൾ ഈ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അതും നമ്മുടെ ബ്രെയിനുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയില്ല. നമ്മുടെ ബ്രെയിനിൻ്റെ നമ്മുടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുമല്ലോ, ആ സ്ട്രക്ചറിനെ മൊത്തമായിട്ട് മാറ്റുകയാണ്, അതിൻ്റെ ഒരു ന്യൂറോ കെമിസ്ട്രിയെ മാറ്റുകയാണ് ഈ ഒരു ഡ്രഗ്സ് ചെയ്യുന്നുണ്ടത്, ഏത് ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിലും. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈ ഡോപ്പമീൻ, എല്ലാവരും ഇങ്ങനെ പറയും സ്ക്രീൻ ടൈം കൂടുമ്പോൾ, നമ്മളിങ്ങനെ ഫോണ് കൂടുതൽ കാണുമ്പോൾ ഡോപ്പമീൻ കൂടും, നമ്മൾ ഓടുമ്പോൾ ഡോപ്പമീൻ കൂടും, നമ്മൾ അത് ചെയ്യുമ്പോൾ ഡോപ്പമീൻ കൂടും. അതൊരു ഒരു കെമിക്കലാണ് നമ്മുടെ ബ്രെയിനിലുള്ള. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലെ ഈ ഒരു മോട്ടിവേഷൻ കൂട്ടുന്നതും റിവാർഡ് കൂട്ടുന്നതും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രഗ്സ് എന്ന് വെച്ചാൽ. പക്ഷേ ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു ഘടനയെ തന്നെ മാറ്റിമറിക്കുന്നു, ആർട്ടിഫിഷ്യലി മാറ്റിമറിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 times more ഡോപ്പമീനാണ് ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിനിൽ വരുന്നത്. അതും കുറേ നാളത്തേക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്നത് കൊണ്ട് സേ നോ ടു ഡ്രഗ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ ആയിരിക്കുക. സോഷ്യൽ സപ്പോർട്ട് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഇവരുടെയൊക്കെ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പല ഡി അഡിക്ഷൻ സെൻറ്ററിലും പോയിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും ഞാൻ മാറിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയപ്പോഴാണ് എനിക്ക് മാറാൻ വേണ്ടി പറ്റിയത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഏത് സ്റ്റേജിലാണോ ഇപ്പം അഡിക്റ്റ് ആയിട്ടുള്ള ആൾ നിൽക്കുന്നത്, അവർ തീരെ എന്താണ് മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ, അതോ മാറുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന് സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ലേ,
അതോ ഇനി സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, പക്ഷെ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസേ വരുത്താൻ വേണ്ടി പറ്റുന്നുള്ളൂ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അങ്ങനെയാണോ? അപ്പം ഏത് സ്റ്റേജിലാണ് അവരായിരിക്കുന്നത്? അപ്പം ഈ ഒരു കണ്ടംപ്ലേറ്റ് ചെയ്യുന്നത്, ഓക്കെ എനിക്ക് ചെയ്യാമോ, എനിക്ക് മാറാമോ, പിന്നെ ഈ ഒരു അഡിക്ഷൻ കുറച്ച് കൊണ്ടുവരാമോ എന്നുള്ളൊരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഇവരൊരു ആക്ഷൻ, ഈ ഒരു അഡിക്ഷൻ എന്നുള്ളത് മാറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ നമുക്ക് ഡിസ്കസ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്. കുമാരി ഖദീജ, ഇന്ന് ക്യാമ്പസുകളിൽ നമ്മൾ നേരത്തെ പലരും സൂചിപ്പിച്ചു, വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ്, വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് പലരും ആദ്യമായിട്ട് ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഇന്ന് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഖദീജയ്ക്ക് ഒരു സ്നേഹത്തോടെ ഒരു സുഹൃത്ത് അല്പം ലഹരി തരിക, ഇതിൻ്റെ ഒരു സുഖം, ഈ ലഹരി ഉപയോഗിച്ച സന്തോഷമാണ്. മാത്രമല്ല ചിലർ പറഞ്ഞു കേൾക്കാം, എക്സാമിൻ്റെ തലേ ദിവസം അല്പം MDMA കഴിച്ചാൽ ഉറങ്ങത്തില്ല, പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു രസത്തിനൊന്ന് ഉപയോഗിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി പറയുക? തീർച്ചയായും നോ പറയേണ്ടടുത്ത് കൃത്യമായി നോ തന്നെ പറഞ്ഞിരിക്കും. കാരണം നമ്മൾ ഇത്രയും കാലം വിദ്യാഭ്യാസത്തിലൂടെ ആർജിച്ചെടുക്കുന്നത് നമ്മളെ മെൻ്റലി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫിസിക്കലി സമൂഹത്തിനെയും ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളോട് നോ പറയണം എന്നുള്ളത് വിദ്യാഭ്യാസത്തിലൂടെയും പുറമെ സോഷ്യലൈസേഷനിലൂടെയൊക്കെ നമ്മൾ പുറമേ നിന്നും ആർജിച്ചെടുക്കുന്ന ഒരു നോളജാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്നെ അപ്രോച്ച് ചെയ്ത് ഇങ്ങനെ ഇതൊന്ന് രുചിച്ച് നോക്കൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നോ പറയും. അതേപോലെ തന്നെ കേരള പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് യോദ്ധാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പർ ഉണ്ട്, 9995966666. ഈ ഒരു നമ്പർ നമുക്ക് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ലഹരി പദാർത്ഥം, രാസലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് കാണുകയോ അല്ലെങ്കിൽ ഇത് വിപുലമായിട്ട് വിൽക്കുന്നത് കാണുകയോ ആണെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾ ഇങ്ങനെ കണ്ടാലും കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഇവരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമോ, ഇവരുടെ ഈ ലഹരി മാഫിയ ഇവർക്ക് നേരെ തിരിയുമോ എന്ന ഒരു ആശങ്കയിലാണ് പൊതുവെ വിദ്യാർത്ഥികൾ മുൻകൈയെടുത്ത് മുന്നോട്ട് വരാതിരിക്കുന്നത്. പക്ഷേ ഈ ഒരു യോദ്ധാവ് എന്ന നമ്പറിലേക്ക് നമ്മൾ വിളിച്ച് ഡീറ്റെയിൽസ് കൊടുക്കുമ്പം നമുക്ക് ഉള്ള ഒരു സേഫ്റ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ യാതൊരു ഡീറ്റെയിൽസും ഈ ഒരു ആളുകൾക്ക് അറിയാൻ പറ്റില്ല. മാത്രമല്ല അവരത് പുറത്ത് വിടുകയില്ല. ഇത് നേരെ തിരുവനന്തപുരത്തുള്ള ഹെഡ് ഓഫീസിലേക്കാണ് കോള് പോവുക. അവർ ഇതിന് അനുവാദികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അത് സോൾവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തോളും. സോ ഇങ്ങനെ നിങ്ങളിലേക്ക് ആരെങ്കിലും ലഹരി ഉപയോഗിക്കൂ അല്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ എതിർക്കണം. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം, പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിക്കുക തന്നെ വേണം. പക്ഷെ നല്ലൊരു കൈയടി കൊടുത്തേ ഖദീജയ്ക്ക്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഖദീജയുടെ അടുത്ത് പോയി അല്പം ലഹരി വേണോ എന്ന് ചോദിച്ചാൽ സൂക്ഷിച്ചോണം. സ്നേഹം മാത്രമായിരിക്കില്ല, ആ സ്നേഹത്തിൻ്റെ പുറത്ത് ഖദീജ ഇത് പോലീസിനെ അറിയിക്കും, കുടുങ്ങും. ഖദീജയെ പോലുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ ദേവഗിരി കോളേജിൻ്റെ അഭിമാനം. ഇതുപോലുള്ള വിദ്യാർത്ഥികളെയാണ് ഈ നാടിന് വേണ്ടത്. സാർ, ഉമേഷ് സാർ, ഞാൻ ഇപ്പോൾ ഖദീജ വളരെ മിടുക്കിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. നല്ലൊരു മറുപടി തന്നു മാത്രമല്ല, ഇനി എങ്ങനെ ലഹരിക്കെതിരെ പോരാടണമെന്ന ഒരു സന്ദേശം കൂടിയാണ് ഖദീജ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയത്. യുവാക്കൾക്ക് ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ എത്രത്തോളം പങ്കുവഹിക്കാൻ കഴിയും? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ന്യൂജൻ മോശമാണ്, ന്യൂജൻ വഴിതെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾ വഴിതെറ്റിയിട്ടില്ല, ഞങ്ങൾ നേരായ വഴിയിലാണ്. ഞങ്ങളിലെ ചില കള്ളനാണയങ്ങളെ കണ്ട് ഞങ്ങളെ അളക്കരുത് എന്ന് ഒരു കുട്ടി പറയുന്നു. ഇതാണ് സന്ദേശം. അതായത് നമ്മളിവിടെ മീഡിയയിലായാലും മറ്റിൽ കാണുന്നത് ഏതെങ്കിലും ഒരു സംഭവത്തെ പർവ്വതീകരിച്ച് നമ്മുടെ നേരത്തെ പറഞ്ഞ റേറ്റിങ്ങിൻ്റെ ഇതിനെ മുകളിൽ കുറേ കാണിക്കുമ്പോൾ സത്യത്തിൽ വളരെ കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അവർ പറയുന്നു എല്ലാ മക്കളും അമ്മയെ കൊല്ലുന്നവരല്ല, എല്ലാ ഭർത്താക്കന്മാരും ഭാര്യയെ കൊല്ലുന്നവരല്ല. ഇത് കണ്ട് കുറേ കുട്ടികൾ കല്യാണമേ വേണ്ടെന്ന് പറയുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ ഉപദ്രവിക്കുന്നവരാണോ എന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക്, ആ രീതിയിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ മക്കളെ വേണ്ടെന്ന് പറയുന്നവരുണ്ട്. കല്യാണം കഴിച്ചാൽ മക്കൾ വേണ്ടാന്ന രീതിയിലേക്ക്, ഈ രീതിയിലേക്ക് ഒരു ഭയാനകമായ രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട സാധനമേ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു നേർ ചിത്രമാണ് ഇവിടെ നമ്മളെ ഒരു സ്റ്റുഡൻറ്റ് പ്രതിനിധി കാണിച്ചിരിക്കുന്നത്. കോഴിക്കോട് മാറിയിട്ടില്ല.
കോഴിക്കോടിൻ്റെ അടിത്തട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, ഈ സ്ട്രെങ്ത് ഉണ്ട്, ഈ ശക്തിയുണ്ട്, ആ ആവേശമുണ്ട്. ആ ആവേശത്തിൻ്റെ പ്രതീകമായ കുട്ടി യോദ്ധാവിൻ്റെ നമ്പർ കൂടി പറഞ്ഞപ്പോൾ ആസ് എ പോലീസ് ഓഫീസർ ഐ ആം പ്രൗഡ്. തീർച്ചയായും. എങ്ങനെ ഈ ഒരു താങ്കൾ ആ ലഹരിയിലേക്ക്, എന്നാൽ നമുക്കറിയാം ഇന്ന് പണ്ടൊക്കെ മദ്യപിച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം തകരും, ആ വ്യക്തിയുടെ ജീവിതം തകരും, എന്നാൽ അല്ലെങ്കിൽ കുടുംബം തകരും. ഇന്ന് പക്ഷേ ലഹരിക്ക് അടിമകളായിട്ടുള്ളവർ അല്ലെങ്കിൽ മദ്യത്തിന് അടിമകളായിട്ടുള്ളവർ സ്വന്തം വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന പരാക്രമം, അച്ഛനെ അമ്മയും കൊലപ്പെടുത്തുന്ന, ഭാര്യയെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. അങ്ങനെ ഒരു ക്രിമിനൽ മനോഭാവത്തിലേക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ അങ്ങയുടെ മനസ്സ് മാറിയിരുന്നോ? ഞാൻ എൻ്റെ ഒരുപാട് ആക്രമണങ്ങൾ കാണിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനെ പിടിച്ച് തള്ളിയിട്ടുണ്ട്. ഞാൻ സ്വയം മരിക്കാൻ വേണ്ടി 22 കോലിൻ്റെ കിണറിലേക്ക് ഞാൻ എടുത്ത് ചാടിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് പോലും അറിയില്ല. കാരണം ഒരു മദ്യപാനിനെ കൊണ്ട് ഒരു കുടുംബം മാത്രമല്ല, ഒരു സമൂഹമാണ് ബുദ്ധിമുട്ടുന്നത്. അവരെ ഭാര്യ, അവരെ അച്ഛനമ്മ, പെങ്ങൾ, മരുമക്കൾ, ഭാര്യ വീട്ടുകാർ, അവരെ ബന്ധുക്കൾ, ഒരു സമൂഹം മുഴുവൻ ഇയാളെ കൊണ്ട് പ്രശ്നമാവും. പിന്നെ അടുത്ത സുഹൃത്തുക്കൾ. ഇപ്പം ഞാൻ മാറിയത് കൊണ്ട് എനിക്ക് ഒരുപാടാളെ മാറ്റാൻ പറ്റി. കാരണം ഒരു കാലത്ത് എല്ലാ സുഹൃത്തുക്കൾ അമ്മമാരും പറയും, മോനെ നീ ആരോട് കൊണ്ടുപോയിക്കോ, എൻ്റെ കൂടെ പോകാൻ പാടില്ല. ആ അമ്മമാരും തന്നെ വിളിച്ചു പറയും, എൻ്റെ മോനെ നീ ഒന്ന് രക്ഷപ്പെടുത്തണം. അത് കേൾക്കാൻ ഞാൻ ജീവിച്ചിരുന്നു. അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. ശ്രീ ഫിലിപ്പ് മമ്പാട്, അവസാനമായിട്ട് ഒരു ചോദ്യം. താങ്കൾ ലോകം മുഴുവനും ഇപ്പോൾ എനിക്ക് തോന്നുന്നു UAE, അമേരിക്ക, കാനഡ, അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ പറയും കേരളം എന്തോ കൈവിട്ടുപോയി, കേരളം എന്തോ അപകടകരമായ അവസ്ഥയിലാണെന്ന്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രം സംഭവിച്ചതാണോ? മാത്രമല്ല ഈ തലമുറയോട്, ഈ വിദ്യാർത്ഥികളോട് അങ്ങേക്ക് പറയാനുള്ള സന്ദേശം എന്താണ്? നമ്മുടെ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഒരു ഫ്രണ്ട് ബ്ലാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത് മീഡിയ മാധ്യമമാണ്. ഈ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ആരംഭിച്ച് നമ്മളെല്ലാം കണ്ടതാണ്. 76 അച്ഛന്മാർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ വ്യത്യസ്ത ജില്ലകളിൽ മരണപ്പെട്ടു പോയി മക്കളുടെ പ്രകരത്താൽ. 26 അമ്മമാർ കേരളത്തിൽ നിന്ന് മക്കളുടെ അക്രമം കൊണ്ട് മരിച്ചുപോയി. പക്ഷേ കായംകുളത്തും ഓച്ചിറയിലും പാലക്കാടും മലപ്പുറത്തും അങ്ങ് തൃശ്ശൂരും ഒക്കെ കൊറോണയ്ക്കിടയ്ക്കും മുൻപും പിൻപും അപ്പോഴും ഇപ്പോഴും ഒക്കെ വാർത്ത വല്ല പ്രധാനമായിട്ട് നമ്മൾ കണ്ടില്ല. പക്ഷേ 2024 അവസാനവും 25-ലും താമരശ്ശേരിയിൽ സുബൈദ എന്ന് പറയുന്ന ഒരു അമ്മയും വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന് പറയുന്ന 22 വയസ്സുകാരൻ ഒരമ്മയെ, ഒരു കൽപ്പണിക്കാരൻ എങ്ങനെയാണ് കല്ലിനോട് പെരുമാറുന്നത് അതുപോലെ 6 അടി അടിച്ചു ആ നൊന്തുപെറ്റ അമ്മയുടെ തലയ്ക്ക്. എന്നിട്ട് അടുക്കളയിൽ പോയി ഗ്യാസ് വലിച്ച് തുറന്നു വിട്ടു. എന്നിട്ടും ആ അമ്മ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. അവൾ ലോകത്തോട് പറഞ്ഞതാണ്, എൻ്റെ കുഞ്ഞല്ലത് ചെയ്തതെന്ന്. റീസ്റ്റേറ്റ്മെൻറ്റ് പോലീസ് വീണ്ടും എടുത്തു. അപ്പോഴും പറഞ്ഞു, എൻ്റെ കുട്ടി ചെയ്തതല്ല, ഞാൻ നിലത്ത് വീണ കട്ടിൽ നിന്ന്. ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ 2 അമ്മമാരുടെ ഈ മരണം നടന്നപ്പോഴാണ് കേരളം ഉണർന്നു. മഹലുകൾ, രാഷ്ട്രീയ സംവിധാനങ്ങൾ, എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങൾ, എല്ലാ ക്രൈസ്തവ ആരാധനകൾ, ക്ലബ്ബുകൾ, സ്കൂൾ, കോളേജ് എല്ലാം ഉണർന്നു. അങ്ങനെ വാഹന ജാഥകൾ, പ്രഭാഷണങ്ങൾ, മീഡിയകളൊക്കെ അല്ലേ ഭയങ്കര പ്രചരണം നടത്താൻ തുടങ്ങി. അങ്ങനെ കൂട്ടയോട്ടം, ഒപ്പ് ശേഖരണങ്ങൾ, വഴിനടത്തം, നൈറ്റ് മാർച്ച്, ലഹരിക്കെതിരുള്ള സ്നേഹച്ചങ്ങലകൾ എല്ലാം നടത്തി. പക്ഷേ വേദനയോടൊന്ന് ഞാൻ പറയാം, ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി അവിടെ ഷൂട്ട് ചെയ്തു. CBI ഞങ്ങളുടെ ഇമ്പാക്ട് പ്രകാരം 5 പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു. കേൾക്കണം, നിങ്ങൾ കേൾക്കണം, CBI അറസ്റ്റ് ചെയ്തു. ഈ 5 പേര് ആരാന്നറിയാമോ? ബിരുദധാരികൾ, നാട്ടിൽ ക്ലബ്ബുകളിൽ ജോലി ചെയ്യുന്ന മിടുക്കരായ പോലീസുകാർ, PSC റാങ്ക് ലിസ്റ്റ് ഇടം വന്ന് ഒരു ബീഡി പോലും വലിക്കാത്ത 5 മിടുക്കരായ പോലീസുകാരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു ഈ സാക്ഷര കേരളം. എന്താണെന്നറിയാമോ? 12 കേസിൽ പ്രതിയായ താമിർ ജിബ്രി എന്ന് പറയുന്ന നർക്കോട്ടിക് സബ്സ്റ്റൻസ് കൈവശം വെച്ചതിന് പോലീസ് മാറി മാറി അറസ്റ്റ് ചെയ്ത ഒരു താമിർ ജിബ്രിയെ 12 മണി രാത്രിക്ക് മിടുക്കരായ 5 പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോയെന്നറിയാമോ? നമ്മളെയൊക്കെ കുഞ്ഞനുജന്മാർ ഉപയോഗിക്കുന്ന MDMA വിൽക്കാതിരിക്കാൻ കൊണ്ടുപോയി. 7 ഗ്രാം വിഴുങ്ങിയെന്ന് പറഞ്ഞു വാർത്തയിൽ. നമ്മൾ ശ്രദ്ധിച്ചോ? കയ്യബദ്ധം പറ്റി 6 പോലീസുകാരെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു അമ്മ എന്നോട് പറഞ്ഞതാ, ഫിലിപ്പ് മമ്പാട് 19 രാജ്യങ്ങൾ 3050 വേദികളൊക്കെ സംസാരിച്ചില്ലേ, എൻ്റെ മകനിപ്പോൾ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. പിന്നെയുള്ള വാദപ്രതിവാദം ഒന്നും ഞാൻ പറയുന്നില്ല. നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. 5 പേരെ പിടിച്ചു, അകത്ത് കിടന്നു. താമരശ്ശേരിയിൽ ഒരു 2 ഗ്രാം MDMA വിഴുങ്ങി മരിച്ചു. പോലീസ് നേരെ ഈ മെഡിക്കൽ കോളേജ് കൊണ്ടു, കോഴിക്കോട്. മാർച്ച് 7-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. 8-ാം തീയതി ലോക വനിതാ ദിനം. 8:25 കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ
അകത്ത് മരിച്ചുപോയ ചെറുപ്പക്കാരൻ. കാര്യം എന്താ? സമ്മതപത്രം ഒപ്പിട്ടിട്ടില്ല. ഈ ഇരിക്കുന്ന ACP സാറിന് അറിയാം, സമ്മതം ഒപ്പിട്ടില്ല. ഒപ്പിട്ടവൻ കൊടുക്കും. 2.something MDMA 3,4 മെത്തലീൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്ന് പറയുന്ന ആ സിന്തറ്റിക് ഡ്രഗ് രക്തത്തിൽ കലർന്നു, ആള് മരിച്ചു. ആ വാർത്ത പത്രത്തിൻ്റെ 2ാം പേജിലാണ് വന്നത്. കാര്യം എന്താ? അത് പോലീസ് തല്ലിക്കൊന്നും അല്ലാന്ന്, സ്വന്തം മരിച്ചതാ. അപ്പം അതുകൊണ്ട് ദൈവം ഇടപെട്ടു എന്നാണ് ഞാൻ പറയുക. ദൈവം ഇടപെട്ടു. 6 പോലീസുകാർ അവർക്ക് വേണ്ടി ജോലി ചെയ്താണോ? അത് കഴിഞ്ഞ് കേരളത്തിനകത്ത് ആത്മവീര്യം നഷ്ടപ്പെട്ടു പോയി കുറച്ച് നാളുകളിൽ. ചെറുപ്പക്കാർ പറയും, സാറേ അവിടെ നിന്ന് വിളി വരുന്നുണ്ട്, അങ്ങോട്ട് പോകണം, അവിടെ കള്ളു കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഡാ അടങ്ങിയിരിക്കണം അവിടെ. 6 എണ്ണം അകത്ത് കിടക്കുന്നുണ്ട്. അവനൊന്നും അവൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടല്ല. ഞാൻ പറഞ്ഞു, നിയമം കയ്യിലെടുക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. അതിനെ ശക്തിയുക്തമായ രീതിയിൽ ആ സമയങ്ങളിൽ അവരുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു ആ കാലഘട്ടത്തിൽ നിന്ന്. സാന്ദർഭികമായിട്ട് ഞാൻ ഈ ക്യാമ്പയിനകത്ത് ന്യൂസ്8ൻ്റെ ക്യാമ്പയിൻ ഞാൻ പറഞ്ഞതാണ്. കാരണം ന്യൂസ്8ൻ്റെ ക്യാമ്പയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. കാരണം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ അനുമോദൊക്കെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, വരുന്ന നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഇരിക്കുമ്പോൾ എല്ലാ ആത്മബന്ധമുള്ള ന്യൂസ്8യുടെ. പക്ഷെ നിങ്ങൾ നടത്തുന്ന ക്യാമ്പയിൻ ക്യാമ്പസുകളിലാണ്. ദേവഗിരി കോളേജ് ലഹരിയിൽ മുങ്ങിയത് കൊണ്ടല്ലല്ലോ ഇവിടെ ക്യാമ്പയിൻ നടത്തുന്നത്. പക്ഷേ നിങ്ങളിലൂടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസായ മൊബൈലിലൂടെ ഇതിൻ്റെ സന്ദേശം പുറം ലോകത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന നല്ല മിടുക്കരായ മക്കൾ ദേവഗിരിയിലുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ന്യൂസ്8 ചാനൽ ഇങ്ങനെ ഒരു ക്യാമ്പയിലൂടെ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന എല്ലാവരുടെ മൊബൈലിനകത്ത് ഈ ന്യൂസ്8 നടത്തിയിരിക്കുന്ന ഈ പരിപാടി സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് നിങ്ങൾ എത്തിക്കാൻ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം കൂടെ പറഞ്ഞു വെച്ച് നിർത്തുകയാണ്. താങ്ക് യു. ഈ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഈ അതിഥികളുടെ വാക്കുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ജീവിതാനുഭവങ്ങൾ, കുറേ ആളുകളുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. ഒരു കാര്യം ഞങ്ങൾ ന്യൂസ്8നും മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ എനിക്കും ഉറപ്പുണ്ട്, ഈ നാടിൻ്റെ, സാർ സൂചിപ്പിച്ചതുപോലെ ഈ കോഴിക്കോടിൻ്റെ നന്മ സ്നേഹവും നശിച്ചിട്ടില്ല. കാരണം ഇതുപോലുള്ള വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ഈ നാടിനെ തിരികെ കൊണ്ടുവരേണ്ടത്. ഈ ഒരു ഉദ്യമത്തിന്, ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ, ന്യൂസ്8ൻ്റെ ഈ പോരാട്ടത്തിൽ നിങ്ങളും ഒപ്പമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പാനൽ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. എല്ലാ അതിഥികൾക്കും, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും, ഈ കോളേജ് അധികൃതർക്കും പ്രത്യേകം നന്ദി, സ്നേഹം. അടുത്തത് ഞങ്ങളുടെ ഈ അതിഥികൾക്ക്, പ്രിയപ്പെട്ട അതിഥികൾക്ക് ന്യൂസ്8ൻ്റെ ഉപഹാര സമർപ്പണമാണ്. ന്യൂസ്18 നെറ്റ്വർക്ക് 18 സെയിൽസ് ജനറൽ മാനേജർ ശ്രീ ബസവരാജിനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.